എല്ലാ യൂട്യൂബേഴ്സിനും 2024 സെപ്റ്റംബർ 15-16 തീയതികളിൽ ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. യുവർ US ടാക്സ് ഫോം എക്സ്പീരീസ് അറ്റ് ദ എൻഡ് ഓഫ് 2024 എന്നാണ് ആ മെസ്സേജ്. അതായത് 2024 ഡിസംബർ 10 നിങ്ങളുടെ US ടാക്സ് ഇൻഫർമേഷൻ കാലാവധി തീരുകയാണ് എന്നാണ് ആ മെസ്സേജ്. അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ US ടാക്സ് ഇൻഫർമേഷൻ പുതിയതായി കൊടുക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൂടി നൽകുക. അപ്പോൾ നമ്മൾക്ക് ഗൂഗിൾ ആഡ്സൻസിൽ US ടാക്സ് ഇൻഫർമേഷൻ എങ്ങനെയാണ് കൊടുക്കുക എന്ന് കണ്ടു നോക്കാം. യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് ഓരോ 3 വർഷം കൂടുന്തോറും US ടാക്സ് ഫോം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 30% യൂട്യൂബിൻ്റെ US റേറ്റ് അനുസരിച്ച് വിത്ത് ചെയ്ത് വയ്ക്കും. അതിനാൽ തന്നെ എല്ലാ യൂട്യൂബർമാരും 2024 ഡിസംബർ 10 മുമ്പായി US ടാക്സ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. US ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിലിൽ തന്നെ ടച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സൻസിൽ ലോഗിൻ ചെയ്യണം. സൈറ്റ് കൃത്യമായി ലഭിക്കാൻ ഗൂഗിൾ ആഡ്സൻസ് സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കിവിടെ ഇടത് സൈഡിൽ മുകളിലായിട്ട് 3 ലൈൻ കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ കാണാം. ഈ പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ഇൻഫോ എന്ന് കാണാം. പേയ്മെൻറ്റ് ഇൻഫോ എന്ന പേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പണായിട്ട് വരും. ഇങ്ങനെ ഒരു പേജ് ഓപ്പണായിട്ട് വരും. ഇവിടെ ഇന്ത്യ US ഡോളർ എന്ന് കാണിച്ചേക്കുന്നത് കാണാം. ഇന്ത്യയിൽ ഉള്ള അക്കൗണ്ട് ആയതിനാൽ ഇന്ത്യ US ഡോളർ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടുന്ന് താഴോട്ട് വീണ്ടും സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കും. ആ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ തൊട്ട് താഴെ മാനേജ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ നിലവിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസും അവിടെ കാണാം. അതിൽ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് കാണാം. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീട് അത് ഉപകാരപ്പെട്ടേക്കാം. ഇവിടെ ഒരു പെൻസിൽ ഐക്കൺ എഡിറ്റ് ചെയ്യാനായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ മാനേജ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ടച്ച് ചെയ്യുക. ഇവിടെ W8BEN എന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് ഇൻഫർമേഷൻ ഫോം കാണാം. ഇത് നിലവിൽ നമ്മൾ ചെയ്തിരിക്കുന്ന US ടാക്സ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അപ്രൂവ്ഡ് ടാക്സ് ഫോം ആണ്. ഇതാണ് നമ്മൾ ഒരിക്കൽ കൂടി, അതായത് 2024 ഡിസംബർ 10 മുമ്പായി സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് താഴെയായി ഷോ ടാക്സ് ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെൻ്റ് എന്നതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ സബ്മിറ്റ് ന്യൂ ഫോം എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്യുക. താഴോട്ടൊന്ന് മാറ്റി നോക്കുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ന്യൂ ഫോം എന്നും പറഞ്ഞ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഫോം എന്നും പറഞ്ഞ് ഇതുപോലൊരു പേജ് ഓപ്പണായിട്ട് വരും. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫോമിലേക്ക് പോകാം. അവിടെ ഫസ്റ്റിലെ തന്നെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ വാട്ട് എ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ഏത് രീതിയിലുള്ള അക്കൗണ്ടാണ്. നമ്മളിപ്പോൾ സാധാരണ അക്കൗണ്ട് ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആർ യു സിറ്റിസൺ ഓർ റെസിഡൻറ്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. നിങ്ങൾ അമേരിക്കയിൽ താമസമാക്കിയ ഒരാളാണോ, അമേരിക്കൻ പൗരത്വമുള്ള ഒരാളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അല്ല എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഞാനിപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത്, ഇന്ത്യൻ പൗരനാണ്, അതുകൊണ്ട് ഞാൻ നോ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്തത് വരുന്നത് നമുക്ക് സെലക്ട് W8 ടാക്സ് ഫോം ടൈപ്പ് ബേസ്ഡ് ഓൺ യുവർ പ്രീവിയസ്ലി സെലക്റ്റഡ് ആൻസർ എ W8 ഫോം ഈസ് നീഡഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾക്ക് നേരത്തെ തന്നെ നമ്മുടെ ആ ഒരു സെറ്റിങ്സിൽ തന്നെ നമ്മൾ കണ്ടതാണ്. നമുക്ക് വേണ്ടത് W8BEN എന്ന ആ ഒരു ഓപ്ഷനിലുള്ള ഫോമാണ് നമുക്ക് വേണ്ടത്. അതായത് ഫസ്റ്റ് കാണിക്കുന്ന ഫോമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട്
8BN ഫോം എന്നും പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ടാക്സ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ എൻ്റെ പേര് ഫസ്റ്റിലെ തന്നെ വന്നിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്തത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ നെയിം ആസ് ഷോ ഓൺ യുവർ ടാക്സ് ഡോക്യുമെൻറ്റ്. അത് നമുക്ക് ബാധകമല്ലാത്തതുകൊണ്ട് നമ്മൾ അത് കൊടുക്കേണ്ട. അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ കൺട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രി നമുക്ക് സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഇവിടെ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ചോദിക്കുന്നത്. ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് ടിൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ടിൻ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് പാൻ കാർഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഫോറിൻ ടിൻ നമ്പർ എന്ന് ഉള്ളിടത്ത് ഞാൻ എൻ്റെ പാൻ കാർഡ് നമ്പർ കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ടാക്സ് ഐഡൻറ്റിറ്റി എഡിറ്റ്, അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുക നമ്മുടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന്. ഇല്ലെങ്കിൽ അവിടെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത അഡ്രസ്സാണ്, നമ്മുടെ പേയ്മെൻറ്റ് അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മുടെ രാജ്യം ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് സ്ട്രീറ്റ് ആൻഡ് അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മളുടെ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് പോസ്റ്റൽ അഡ്രസ്സ് ഈസ് സെയിംഡ് ആസ് പെർമനൻ്റ് റെസിഡൻ്റ് അഡ്രസ്സ്, അതായത് നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സും ഇത് തന്നെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് ആ കോളം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. പോസ്റ്റൽ അഡ്രസ്സും അത് തന്നെയാണ്. അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻ ടാക്സ് ട്രീറ്റി ആണ്. അതായത് ആർ യു ക്ലെയിമിങ് എ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് അണ്ടർ എ ടാക്സ് ട്രീറ്റി ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ രണ്ടാമത്തെ ഓപ്ഷനായ യെസ് ആണ് കൊടുക്കേണ്ടത്. അമേരിക്കക്കാർ അല്ലാത്തവർ ആണ് ഈ ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഞാൻ ഇന്ത്യക്കാരനായതിനാൽ താഴെ വരുന്ന കോളത്തിൽ ഇന്ത്യ എന്ന് കൊടുക്കുകയാണ്. അടുത്തതായി വരുന്നത് സ്പെഷ്യൽ റേറ്റ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ ആദ്യത്തേത് അതർ കോപ്പിറൈറ്റ്സ് റോയൽറ്റീസ് എന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ അതിന് താഴെയായി വരുന്ന ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നാണ് വരുന്നത്. അപ്പോൾ വരുന്ന ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A2 എന്നാണ് വരുന്നത്. അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായി രണ്ടാമത്തെ കോളത്തിൽ വിത്ത് ഹോൾഡിംഗ് റേറ്റ് ആണ് വരുന്നത്. അതായത് റെഡ്യൂസ് ട്രീറ്റി റേറ്റ് എന്നതാണ് അത്. അതിൽ നമ്മൾക്ക് 30% എന്നുള്ളത് 15% കിട്ടണം. അതിനായി നമ്മൾ 15% എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള ബോക്സിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ സർവീസ് ഓർ അതർ ബിസിനസ് ഇൻകം സച്ച് ആസ് ആഡ്സൻസ് ബട്ട് നോട്ട് ഇൻക്ലൂഡിങ് ആഡ്സൻസ് ഫോർ യൂട്യൂബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റിലെ ഉള്ള ഓപ്ഷൻ ആർട്ടിക്കിൾ 7 ആൻഡ് പാരഗ്രാഫ് 1 അത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് വിത്ത് ഹോൾഡിംഗ് റേറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ 0 എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ബോക്സ് നമ്മൾ ടച്ച് ചെയ്യും. അടുത്തതായിട്ട് വരുന്നത് മോഷൻ പിക്ചർ ആൻഡ് TV റോയൽറ്റീസ് എന്നാണ്. അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയും 2 ബോക്സ് വരും. അതിൽ ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A2 എന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് വിത്ത് ഹോൾഡിംഗ് റേറ്റ് ആണ്. അവിടെ നമ്മൾ 15% റെഡ്യൂസ്ഡ് ട്രീറ്റി റേറ്റ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഓപ്ഷൻ നമ്മൾ ആ ഒരു ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ഇവിടെ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസ് പെർഫോംഡ് ഇൻ ദ US, അതായത് നമ്മൾ ഏതെങ്കിലും ആക്ടിവിറ്റികൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് US ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നോ എന്നാണ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് താഴെ വരുന്ന ആ ഒരു ബോക്സ് ഡിക്ലറേഷൻ ബോക്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇത് കഴിയുമ്പോൾ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ടാക്സ് റിപ്പോർട്ടിംഗ് ആണ്. US ടാക്സ് ഡോക്യുമെൻ്റ് ഡെലിവറി പ്രിഫറൻസ്, അതായത് നിങ്ങളുടെ ടാക്സ് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് പേപ്പർലെസ് ആയിട്ട്, അതായത് മെയിലിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിലിൽ വരണോ അതോ പോസ്റ്റലായിട്ട് വരണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ യൂട്യൂബ് തന്നെ പേപ്പർലെസ് ആയിട്ടുള്ള ഒരു ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ല പോസ്റ്റലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്
അങ്ങനെ കൊടുക്കാം. പക്ഷേ ഞാനിവിടെ എനിക്ക് മെയിലായിട്ട് വന്നാൽ മതി. അതുകൊണ്ട് ഞാനിവിടെ താഴെ കാണുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, ചെക്ക് ബോക്സ് ഞാൻ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാത്തവർക്ക് അതിന് തൊട്ട് ഡോക്യുമെൻ്റ് ബൈ പോസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് അത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇവർ പറഞ്ഞിരിക്കുന്ന പേപ്പർലെസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രീവ്യൂ, അതായത് നമ്മുടെ ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അത് മെയിൽ വായിച്ച് നോക്കാം, കൊടുക്കാം. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൺഫേം കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. ആ ചെക്ക് ബോക്സ്, ഏറ്റവും താഴെയുള്ള ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സർട്ടിഫൈ ആൻഡ് സൈൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഓണായിട്ട് വരും. അണ്ടർ പെനാൽറ്റീസ് ഓഫ് ഫിർജറി ഐ ഡിക്ലെയർ ദാറ്റ് എന്നൊരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ താഴോട്ട് കുറേ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇതിൽ മാറ്റമൊന്നും ഇല്ലെന്നുള്ളത് സത്യവാങ്മൂലം കൊടുക്കണം. അത് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന വർഷം വന്നിട്ടുണ്ട്. അത് നമ്മൾ 2020 വന്നിരിക്കുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് 2024 എന്ന് ആക്കി കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. 2024 എന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ സർട്ടിഫൈ ആൻഡ് സൈനിങ് ടാക്സ് ഫോം സർട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ അൺചേഞ്ച്ഡ് സ്റ്റാറ്റസ് അഫിഡവിറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു സർട്ടിഫൈ അണ്ടർ പെനാൽറ്റി ഓഫ് ട്രജറി ദാറ്റ് ദ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഒരു വർഷം കാണിക്കും. വർഷം കാണിക്കുമ്പോൾ നമ്മളത് 2024 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡേറ്റ് ഓഫ് ഈച്ച് ചേഞ്ച് ടു, അതായത് നമ്മൾ ഇത് ചേഞ്ച് ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുകയാണ്. ഞാനിവിടെ ഈ ടാക്സ് ഫോം സബ്മിറ്റ് ചെയ്ത ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡേറ്റ് ഫോർ ഈച്ച് ചേഞ്ച് എന്നുള്ള ഭാഗത്ത് അത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് യുവർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇത് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഡു യു കൺഫേം ദാറ്റ് യു ദ ബെനിഫിഷ്യൽ ഓണർ നെയിംഡ് ഓഫ് ദ ടാക്സ് ഐഡൻറ്റിറ്റി സെക്ഷൻ ഓഫ് ദ ടാക്സ് ഫോം ബെനിഫിഷ്യൽ ഓണർ നെയിം, അതായത് നിങ്ങൾ തന്നെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് അവിടെ കാണിക്കും. നമുക്കിവിടെ എസ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ എസ് കൊടുക്കുകയാണ്. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി റിവ്യൂ എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് അത് റിവ്യൂ പൂർത്തിയായി എല്ലാം ശരിയായാൽ അപ്രൂവ് എന്ന് കാണിക്കും. അതുപോലെ ഒരു മെയിലും വരും. നമ്മൾ ഈ സബ്മിറ്റ് ഫോം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മെയിൽ വരും. അത് ഇതുപോലെയാണ്, നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ നോക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഒരു മെയിൽ വന്നിരിക്കുന്നത്. വീണ്ടും അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി, അതായത് അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ യൂട്യൂബ് അംഗീകരിക്കുന്ന മറ്റേതെങ്കിലും ID പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ കൊടുത്ത വിവരങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഈ ടാക്സ് ഫോം അപ്രൂവ് ചെയ്ത് മെയിൽ വരും. ഇത്രയും കാര്യങ്ങളാണ് US ടാക്സ് ഫോം അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇവിടെ അഡീഷണൽ ഡോക്യുമെൻ്റ് ചോദിക്കുന്നിടത്ത് ഇവിടെ നമ്മൾ 2 സ്ഥലത്തായിട്ട് അത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ 2 സ്ഥലത്ത് നമ്മൾ അഡീഷണൽ ഡോക്യുമെൻ്റ് കൊടുക്കുക. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേര് മിസ്മാച്ചിങ്ങും അതുപോലെ തന്നെ അഡ്രസ്സിൻ്റെ ഇതിൻ്റെ 2ൻ്റെയും തെളിയിക്കുന്ന ഒരു രേഖ ഡോക്യുമെൻ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അങ്ങനെ രേഖകളില്ലെങ്കിൽ ആ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് ടൈപ്പ് ചെയ്തും കൊടുക്കാം. അതും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ കൊടുക്കുകയാണ്.
ഇപ്പം ഇവിടെ രണ്ടിടത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടിൻ്റെ അകത്തും എൻ്റെ പേരും അഡ്രസ്സും എല്ലാം കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇവിടെ രണ്ടിടത്തും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് PDF, PNG ആൻഡ് JPEG ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം. 50 MB യിൽ കൂടുതൽ ആകാൻ പാടില്ല. 50 MB കുറഞ്ഞ ഒരു ഫയലായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ രണ്ട് സ്ഥലത്തും ഞാൻ ആ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു മെയിൽ വന്നു കഴിയുമ്പോൾ, മെയിലല്ല, നമ്മൾ ടാക്സ് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പലരും പറയുന്നുണ്ട് അവർക്കത് അപ്രൂവ്ഡ് ആകുന്നില്ല, റിജക്റ്റായിട്ട് വരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്ലിയറായിട്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളുടെ പേര് കറക്റ്റായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ആദ്യം പറയുന്നത്. നെയിം, അതായത് നമ്മുടെ പ്രൂഫിൽ നമ്മുടെ ഈ ഗൂഗിൾ ആഡ്സൻസിൽ കൊടുത്തിരിക്കുന്ന പേരിനെ പ്രൂഫ് ചെയ്യാൻ പറ്റിയ അതേ അഡ്രസ്സും പേരുമുള്ള ഒരു ഇത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് റെസിഡൻ്റ് അഡ്രസ്സ്, അതായത് നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു രേഖ അത് കൊടുക്കണം. അതിൻ്റെ അകത്ത് നമ്മുടെ പേരുണ്ടായിരിക്കണം. അതാണ് നമ്മൾ രണ്ടാമത് കൊടുക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, വെരിഫിക്കേഷൻ പ്രോഗ്രസ്, താങ്ക്സ് ഫോർ സബ്മിറ്റിംഗ് യുവർ ഇൻഫർമേഷൻ വിൽ ബി റിവ്യൂ ഇറ്റ് ആൻഡ് ഇമെയിൽ യു ഫ്യൂ ഡേയ്സ്. അതായത് കുറച്ച് ദിവസത്തിൽ തന്നെ ഇത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെയിൽ വരും. യു ഹാവ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്. അതായത് നമുക്കിത് റീസബ്മിറ്റ് ചെയ്യുന്നതിന് കുറച്ച് തവണകൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഗോ ഇറ്റ് എന്നുള്ള ആ ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക, ഒന്നുകൂടെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഫോം W8BE എന്നുള്ളത് സ്റ്റാറ്റസ് ഇൻ റിവ്യൂ എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അപ്രൂവ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മെയിൽ വരും. ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, കറൻറ്റ് വിത്ത് ഹോൾഡിംഗ് റേറ്റ് 30% എന്നുള്ളത്. ദിസ് റേറ്റ് അപ്ലൈസ് അൺടിൽ യുവർ ഫ്രം ഈസ് അപ്രൂവ്ഡ്. അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടാക്സ് ഫോം അപ്രൂവ്ഡ് ആകുന്നിടം വരെ നമുക്ക് ഈ ഒരു 30% റേറ്റ് അവർ കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഡേറ്റ് കഴിഞ്ഞാലുള്ള കാര്യമാണ്. ഇപ്പം നിലവിൽ നമുക്ക് ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം അവസാനം വരെയും ആ ഒരു രീതിയിലുള്ള പൈസ കട്ടാകത്തില്ല, 30% കട്ടാകത്തില്ല. അല്ലാതുള്ള ആളുകൾക്കാണ് അത് കട്ടാകുന്നത്. പലരും സത്യത്തിൽ ഈ മെയിലൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല, മോണിറ്റൈസേഷൻ ആയവരൊന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ചെയ്യുന്നത്. നാളെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ചെയ്യുന്നത്. ഇവിടെ എനിക്കിപ്പോൾ 24 മണിക്കൂർ പോലും എടുത്തില്ല. ഞാൻ കൊടുത്തിരുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആയതുകൊണ്ട് അത് അപ്രൂവ്ഡായിട്ട് 24 മണിക്കൂറിന് ആകുന്നതിന് മുമ്പ് മെയിൽ വന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളും എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ട് കൃത്യമായിട്ട് ചെയ്യുക. കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാവരും അത് ഉപകാരപ്പെടുന്നുവെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.